നമസ്കാരം സുഹൃത്തുക്കൾ. അന്നേരം നമ്മൾ S24 Ultra സാംസങ്ങിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അന്നേരം നമ്മൾ നൂണിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ മൊബൈലിൻ്റെ വില എന്ന് പറയുമ്പോൾ ഏകദേശം 1,30,000 രൂപയോളം ആണ് വരുന്നത്. പിന്നെ ചില കടകളിൽ ഇച്ചിരി ഒരു 5,000 രൂപ കൂടുതലോ കുറവൊക്കെ വരാറുണ്ട്. അന്നേരം എന്നിരുന്നാൽ പോലും നമ്മളിവിടെ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഏകദേശം 2,865 ദിർഹംസിന് നൂണിൽ നിന്ന് ഓഫർ ഉള്ള സമയത്തൊക്കെ നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. അന്നേരം നമ്മളിത് ആദ്യമായിട്ട് പൊട്ടിക്കുമ്പം തന്നെ നമുക്ക് കാണാനും വേണ്ടി പറ്റുന്നത് നല്ല ബബിൾ റാപ്പാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പൊട്ടിക്കാം. ഒരു പൊട്ടാത്ത ബബിൾ റാപ്പ് കേട്ടോ, നല്ല സേഫ്റ്റി ഉണ്ട് കേട്ടോ. കാരണം നമ്മളൊക്കെ ഞെട്ടും പൊട്ടും അന്നേരം സംഭവം പൊട്ടും. ഓക്കെ. അന്നേരം ആ ബബിൾ റാപ്പ് കഴിഞ്ഞ ശേഷം നൂണിൻ്റെ ഒരു കാർഡൊക്കെ അവർ തന്നിട്ടുണ്ട്, ചാർജ്ഡ് യുവർ മൈൻഡ്. ഓക്കെ, നമുക്കത് ഓൾറെഡി അത് സെറ്റായിട്ടുണ്ട്. അന്നേരം ഇനിയിപ്പോൾ ഇതാണ് നമ്മളുടെ കവർ. ഇനി കവർ തുറക്കുന്നതായിരിക്കും നമ്മൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ കവർ എടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല അത്യാവശ്യം നല്ല ഒരു S24 ഫോട്ടോയും ഒരു പേനയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് എൻ്റെ സ്പെക്ക്, സീരിയൽ നമ്പർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആ തുറക്കുന്ന ശുഭ മുഹൂർത്തത്തിലോട്ട് പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ സീൽ പൊട്ടിക്കണം, എന്നിട്ട് നമ്മൾ എപ്പോഴും തുറക്കാവും. അത് നമ്മൾ പൊട്ടിക്കുകയാണ്. കാര്യം ഇത് നമ്മൾ പുതിയ ഈ ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എടുക്കരുത്. കാര്യം അത് തുറന്നിട്ടുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് അന്നേരം ഫ്രഷ് ആയിട്ടുള്ള പാക്കറ്റാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചാർജർ കിട്ടില്ല, അത് കിട്ടില്ല. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ S24 Ultra പോലുള്ള ഈ വമ്പൻ ടീമുകൾ ആരും ചാർജർ എടുത്തില്ല. അതിനെ അപേക്ഷിച്ച് നമ്മൾ ഈ ചൈനീസ് ഫോണുകളിലുള്ള നമ്മളെ പ്രിയത്തിൻ്റെ കാരണം തന്നെ അവർ 2 ചാർജറൊക്കെ തരും, ഒരു ഹെഡ്സെറ്റ് തരും, 2 കവർ എക്സ്ട്രാ തരും. അങ്ങനെയുള്ള പലതും തരുമ്പോൾ ഇവർക്ക് ചാർജർ ഇല്ല, വെറും ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് തന്നിരിക്കുന്നത്. ഒരു കവർ പോലും അവർ അധികം തന്നിട്ടില്ല. പിന്നെ വേറൊരു പാക്കേജ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഇനി എന്താണ് നമുക്ക് സംഭവം നോക്കാം. അന്നേരം അതിനകത്ത് മാനുവൽ ഉണ്ട്. പിന്നെ കുത്താനും വേണ്ടിയുള്ള ഡേറ്റ കേബിൾ, അവരുടെ മനസ്സ് നമ്മൾ കാണാതെ പോരുത്. ചാർജർ തന്നില്ലെങ്കിലും ഡേറ്റ കേബിൾ തന്നിട്ടുണ്ട്. അതാണ്. ഓക്കെ, അന്നേരം നമുക്ക് ഇതാണ് ഇത് നമ്മളെ S24 ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി സ്വിച്ച് ഓഫ് ചെയ്യുകയോ സ്വിച്ച് ഓൺ ചെയ്യൂ. അതിൻ്റെ സ്ക്രീൻ ഗാർഡ് റിമൂവ് ചെയ്യണം. ഓക്കെ, അന്നേരം നമുക്കിത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാർജിങ് ഒന്നും കാണിക്കുന്നില്ല. ഇനി ഓൺ ആയിക്കോളൂ. അത് ഫുള്ള് വെച്ചിട്ടില്ല, ടച്ച് ആയിട്ടില്ല, അത് വലിപ്പം കൂടുതലാണ്. ഓക്കെ, ശരി. അതാണ് ശരിക്കും പറയാ, അത് നമ്മളെ കാണാതെ പോയത്. നമ്മളെ വയർലെസ് ചാർജർ നമ്മളെ വണ്ടിക്കകത്ത്. അപ്പൊ നിങ്ങൾ വണ്ടി മേടിക്കുമ്പോ അതുകൂടെ ശ്രദ്ധിക്കേണ്ട. വണ്ടി ഇനി ഒരു 5 വർഷം കഴിയുമ്പം സ്ക്രീൻ സൈസ് വളരെ കൂടും. ഇത് ചിലപ്പോൾ ഫിറ്റായെന്ന് വരത്തില്ല. അതാണ് വണ്ടിയുടെ നമ്മളെ മൊബൈലിന്റെ സ്ക്രീൻ സൈസ് അത് ബ്ലോക്ക് ആയതുകൊണ്ടാണ്. ഓക്കെ, അതാണ് നമ്മുടെ S24 അതിങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അന്നേരം നമ്മൾ വെൽക്കം ഒക്കെ കൊടുത്തു, സ്റ്റാർട്ടൊക്കെ കൊടുക്കുന്നതാണ്. ശരി, അതാണ് നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ നമ്മളെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതിലൂടെ കൊടുക്കേണ്ടത് ഓക്കെ, ആൻഡ്രോയിഡ്, ഗാലക്സി. ഓക്കെ, ഏതിൽ നിന്നാണ് ഡാറ്റ എടുക്കേണ്ടതല്ല, വേറെ ഫോണിൽ മറ്റേത് ട്രാൻസ്ഫർ ചെയ്യണ്ടേ ഡാറ്റ. അങ്ങനെയാണെങ്കിൽ ആ ഗാലക്സി ഓർ ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ട്രാൻസ്ഫർ ഓപ്ഷൻ ആപ്പ് ഉണ്ട്, സാംസങ് ട്രാൻസ്ഫർ. അതിലെ ഡേറ്റാസ് എല്ലാം ഇന്നത്തെ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പിന്നെ ഐഫോണിൽ നിന്ന് വരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. വളരെ വിശാല മനസ്സുള്ള ആൾക്കാരാണ് ഈ അതാണ് സാംസങ്. മാത്രമല്ല, നമുക്ക് എഴുതണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് പേന നമ്മൾ വേറെ അന്വേഷിച്ച് പോകണ്ട, പറ്റിയൊരു ഫോണോടാണ്. അതിന് പേനയുണ്ട്. പക്ഷെ ഇത് മൊബൈലിൽ മാത്രമേ തെളിയത്തുള്ളൂ, പേപ്പറിലൊന്നും തെളിയുന്ന സൈസ്. അത് അങ്ങനെയുള്ള പിന്നെ ഇതുകൊണ്ട് ഏത് ഭാഷ വേണമെങ്കിലും എഴുതാൻ പറ്റും. അതുമാണ് ഇതിനൊരു ഭയങ്കര പ്രത്യേകത. ഈ പെൻ വെച്ചിട്ട് ഏത് ഭാഷയിലും ചാർജ് ചെയ്യണം. പക്ഷെ ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊരു നെഗറ്റീവാണ്. നോക്കി എഴുതാം, അത് കണ്ടില്ല. എഴുതാനും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, അതില്ല. സാംസങ് ഗാലക്സി S24 ഇതായിരിക്കുകയാണ്. നമ്മൾ അത് ആദ്യമായിട്ട് അതിൻ്റെ നമ്മളെ ക്യാമറ ഒന്ന് എടുത്ത് വെച്ചോളൂ. ക്യാമറ ഒത്തിരി ക്യാമറ നമ്മളെ സുഹൃത്തുക്കൾ വേണ്ടിയിട്ട് അത് കാണിച്ചു കൊടുക്കും. ബാക്കിലെ ക്യാമറകളുടെ എണ്ണം ഒന്ന് കാണിച്ചു തരാം. തിരിച്ചു പിടിക്കും. ഇത്രയും ക്യാമറകളുണ്ട്, ഏക്കർ കണക്കിന് ക്യാമറകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ തിരിച്ചു പിടിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളെ ഒരു ക്യാമറ എടുത്ത് സൂം ചെയ്ത് അതാണ്. പിന്നെ ഇതിന്റെ ഒരു സൂമിങ് കപ്പാസിറ്റി കുറിച്ച് കാണിച്ചു തരാം. ആഹാ, എന്നാ രസം.
അതെ. ഇനിയിപ്പോൾ നമുക്കൊരു 100x ഒക്കെ 100x ഉണ്ട്, ഏകദേശം 100x സൂമിങ് കപ്പാസിറ്റി ഒക്കെ അന്നേരം S24-നകത്തുണ്ട്. അന്നേരം വളരെ നല്ലൊരു ഫോണാണ്. അന്നേരം ഇനി S23 വാസ് S24-ൻ്റെ നമ്മളൊരു കമ്പാരിസൺ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അന്നേരം അതുവരെ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.